ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്ക് ദോശയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരിച്ച് വെച്ച മാവാണ് കേട്ടോ അത്. നല്ലോണം മാവ് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ മാവ് എല്ലാം പൊളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ദോശൻ്റെ. ഒന്ന് ഇളക്കി വെച്ചിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. അടക്കട്ടെ. അത് ചായക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ചായ അടിച്ചിട്ട് നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ ചായൻ്റെ വെള്ളമൊക്കെ അതാ നല്ലോണം തിളച്ചിട്ടുണ്ട്. കട്ടൻ ചായ രാവിലെ എനിക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ വേണം, എങ്കിൽ ശരിയാവില്ല. പഞ്ചസാര ഇട്ട് ആവി കഴിയുമ്പോൾ പൊള്ളുന്നു. ഈ പഞ്ചസാരക്കൊന്നും ഇപ്പോൾ വലിയ മധുരമല്ലല്ലേ, എത്ര ഇട്ടാലും അങ്ങോട്ട് മധുരം വരുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കോ? എന്താ അത് മധുരമില്ലാത്തത്? ഇപ്പം മധുരം നോക്കട്ടെ. കുറവാണ്. ഇത്രയും പഞ്ചസാര ഇട്ടിട്ട് എന്താ മധുരമില്ലാത്തത്? എന്തായാലും അത്ര മതി. ചായ ഞാൻ രാവിലെ ഇതിൽ ഫ്ലാസ്കിൽ പാർന്നു കേട്ടോ, കട്ടൻ ചായ. ഇപ്പോൾ പോവേനി. അപ്പോൾ വണ്ടിയൊക്കെ കയ്യിൽ നിന്ന് എടുത്ത് കുടിക്കാമല്ലോ, അപ്പോൾ ഇതിൽ പാർന്നു. ഇതിലെന്തോ അച്ചപ്പൊക്കെ ഉണ്ട്. വേണ്ട, ബിസ്ക്കറ്റ്.
ബീഫ് ബിരിയാണി വെച്ചാൽ മതി കേട്ടോ. അരി ഉണ്ടോ അതിനോടെ ഉണ്ടോ? ബീഫ് കുറച്ച് അങ്ങനെ കുറച്ച് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി കറിയാണ് വെച്ച് കുറച്ച് ഇങ്ങനെ നല്ലോണം വരട്ടി എടുത്തിട്ടുണ്ട് ദോശക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. ഈ കറീനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വരട്ടി എടുക്കാം. നമുക്കതും ദോശയും കഴിക്കാം. ഉമ്മ അതാ രാവിലെ തന്നെ മുറ്റടിക്കാൻ ഇറങ്ങി കേട്ടോ. മുറ്റടിക്കൽ ഉമ്മാണ്. ഞാൻ ചോറിനാണ് വെച്ചിട്ട് അടുപ്പത്ത് ചോറ് വെച്ചിട്ട് ചോറൊക്കെ അത് അടുപ്പത്ത് വെച്ചിരിക്കുന്ന പുളിക്കിന് സമയമാകുമ്പോഴൊക്കെ ചോറ് വേണമല്ലോ. കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു, വാഷിംഗ് മെഷീനിലിട്ട് കുറച്ചുണ്ട്. ഞാൻ പുറത്തുകൊണ്ടുപോയിട്ട് തിരുമ്പും. അധികം ചളിയൊന്നുമില്ലാത്ത വാഷിംഗ് മെഷീനിലിടും. ഇപ്പോഴേക്ക് മോളൂസ് മദ്രസന്ന് വന്ന് വേഗം വിട്ടോ. ഞാൻ ചായ എടുക്കട്ടെ. ദോശ എടുത്ത് 2 എണ്ണം എടുത്തുള്ളൂ കേട്ടോ. ബീഫ് ചായ എടുത്തില്ല, ചായ എടുക്കട്ടെ. ഫ്ലാസ്കിൽ നേരത്തെ പാർന്ന് വെച്ചേനു. ഇത്തിരി ചൂടില്ലാത്ത വയ്ക്കണ്ടേ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ വരട്ടിയ ബീഫും ദോശയും. ഇന്ന് കുറേ അലക്കാനുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് ബാക്കിയുണ്ട് പുറത്തുണ്ട് പോയിട്ട് തിരുമ്പാൻ. ഇത് കഴിഞ്ഞിട്ടാണോ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിന് പോകണ്ട്.
ഷ ഷ ഈ പോയിട്ട് തുടക്കട്ടെ. അവിടെ ഒരു പാമ്പ്. എന്താണ് മരുത്തുമല അങ്ങോട്ടൊക്കെ? അതാ ഞാൻ തിരുമ്പാൻ നോക്കുമ്പോൾ അവിടെ കണ്ടോ ഒരു ചേരയാണെന്ന് എനിക്ക് തോന്നുന്നു മരത്തിൻ്റെ മുകളിൽ. കണ്ടോ ആരെങ്കിലും? നിൽക്കുന്നുണ്ടോ? ചേരയാതെ ഏട്ടാ പോണേ. കാക്കച്ചിയാണ് നിങ്ങൾ കരയുന്നു അതിനെ കൊത്തിയിട്ട്. അപ്പം ഞാൻ നോക്കിയതാ. കണ്ടോ ചേരയല്ലേ? എൻ്റെ മോൾക്ക് കയറിപ്പോയിക്ക്. എന്താ ചെയ്യാൻ അറിയാല. വീടിൻ്റെ ഉള്ളിലൊന്നും കയറൂലായിരിക്കും. ഞാൻ തുടക്കട്ടെ. ആ ചേര ഏട്ടാ പോയതെന്ന് ഞാൻ കണ്ടില്ല. താഴോട്ട് ഇറങ്ങിക്കോ അല്ലെങ്കിൽ ഇനി മുകളിൽ തന്നെ ഉണ്ടോയെന്ന് ഓർമ്മയില്ല. എങ്ങനെ അപ്പം ഞാൻ ഇവിടെ നിന്ന് തിരുമ്പാൻ പോകാൻ പേടിയാവുന്നു. കുറച്ച് ഇവിടെ തിരുമ്പാണ്ട്. ലേശക സോപ്പും പൊടിയിലും ഇട്ടുവച്ചിട്ടുണ്ട്. ചേരനാണ് ഇപ്പം പേടി. ചേര അടുത്ത മരത്തുമ്മല മേലേക്ക് വിൽക്കുമോയെന്നൊരു പേടി. ചാടുമോയെന്ന്.
ഏട്ടാ പോയതെന്ന് കണ്ടിട്ടുമില്ല. കല്യാണത്തിന് പോവുകയാണ്. ഞാൻ കല്യാണത്തിന് പോയിട്ട് വരാം. ആ ശരി.